വളരെ ചെറുപ്പത്തിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട തലശ്ശേരി അതിരൂപതയിലെ വിശുദ്ധനായ പ്രഗത്ഭ വൈദികൻ ഫാദർ മനോജ് ഒറ്റപ്ലാക്കലിനെ ഓർത്തെടുക്കുകയാണ് കുടുംബം. സ്വർഗത്തിലിരുന്ന് മനോജച്ചൻ തങ്ങൾക്കായി സദാസമയം മധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മനോജച്ചൻ്റെ മാതാപിതാക്കളും സഹോദരിയും കുടുംബവും. തലശ്ശേരി അതിരൂപതയിൽ സേവനം ചെയ്ത് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട 82 വൈദികരെ അനുസ്മരിക്കുന്ന ചടങ്ങിനെത്തിയതായിരുന്നു മനോജച്ചൻ്റെ കുടുംബം. മനോജൻ്റെ അപ്പച്ചനാണ്. ഞങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് കുട്ടിയെ കിട്ടിയത്. അന്ന് സെമിനാരിൽ പോകണമെന്ന് ലാസ്റ്റാണ് എന്നോട് പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് സുഖമില്ലായിരിക്കുന്ന അവസരമായിരുന്നു. നടുവിന് വേദനയില്ലായിട്ട് ഇങ്ങനെ പണിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അന്ന് അവൻ്റെ ആഗ്രഹം സാധിക്കട്ടെന്ന് പറഞ്ഞാൽ അവന് വിട്ട് നല്ല രീതിയിലായിരുന്നു. നല്ല രീതിയിൽ വെച്ചാൽ വീട്ടിൽ വന്നാലും നമ്മളുമായിട്ടെല്ലാം സഹകരിച്ചങ്ങനെ പോകുമായിരുന്നു, പ്രാർത്ഥനയൊക്കെ ആയിട്ട്. പിന്നെ കുർബാന എല്ലാം, കുർബാനയൊന്നും മുടക്കിയിട്ടില്ലൊന്നും. ഒരു ദിവസം വീട്ടിൽ വന്നാലും വലിയതായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അച്ഛനെപ്പറ്റി പ്രത്യേകിച്ച് ഞങ്ങൾക്ക് യാതൊരു ഓർമ്മയില്ല. ഇന്നും ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഇന്നും. പിന്നെ നമ്മൾ ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ട് 3 വർഷമായെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇന്നൊരു കാര്യം നടത്താൻ എനിക്ക് സാധിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ നടന്നിരിക്കുന്നു. അത് അധികം പിറ്റേ ദിവസത്തിനില്ല, അന്ന് തന്നെ നടക്കും. പിന്നെ ഇന്ന് വരും ജിംതരി പോകാതിരുന്നിട്ടില്ല. പള്ളിയിലും പോയി മരിച്ചിട്ട് ഇന്ന് വരെ ഞങ്ങൾ ഒരു 10-15 ദിവസമോ അവൻ്റെ കല്ലറ പോകാതിരുന്നിട്ടുള്ളൂ. എന്നും പോകും. ഇന്നും രാവിലെ പോയിട്ട് അപ്പം വരും. ഇപ്പം തന്നെ ഞങ്ങൾക്ക് ന്യൂസിലാൻഡിൽ നിന്ന് പോകണമായിരുന്നു, അനുജൻ്റെ അടുത്തേക്ക്, ഇളയമകൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാൻ ആരും ഇല്ലായിരുന്നു. കൊണ്ടുപോകാനത്തിൽ അവർ കൂടിയ ഒരാൾ വേണം, ഞങ്ങൾക്ക് പറ്റിയല്ലോ. അങ്ങനെ വന്നപ്പം ഇളയവൻ എന്നോട് വിളിച്ചു, ചേട്ടൻ ഒരു കാര്യം ചെയ്യും, കുഞ്ഞാട്ടായിയോട് പറ, അന്നേരം നമുക്ക് ആളാക്കി തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചുമത്തേരി ചെന്ന് അച്ഛനോട് പറഞ്ഞു, കല്ലറി പറഞ്ഞു, ഞങ്ങൾക്കിന്ന് പോകണമെന്നൊരാഗ്രഹമുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരാളെ ഒരാഴ്ച കഴിഞ്ഞില്ല, അതിനു മുമ്പ് മഞ്ജുവിൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരാൾ ന്യൂസിലാൻഡിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3-ാം തീയതി പോകും. പെട്ടെന്ന് സാധിച്ച കാര്യങ്ങളാണ്. സ്വർഗത്തിലിരുന്നു കൊണ്ട് സഭയ്ക്കും നമ്മൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. സഭയ്ക്കും ഞങ്ങൾക്കല്ല, എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടാണ് കുഞ്ഞിനെ എല്ലാവരും 2-3 ഡോക്ടർമാർ പറഞ്ഞ കിട്ടത്തിൽ അബോർഷനായി പോകും എന്ന് വെച്ചാൽ ബ്ലീഡിങ് ആയിരുന്നു എപ്പോഴും. അപ്പോൾ അവരൊക്കെ അത് പറഞ്ഞപ്പോഴെങ്കിലും നമുക്കത് സമ്മതമല്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടി. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞാണ്. അപ്പം നമുക്കതൊരു വിഷമമായിരുന്നു. നമുക്കത് അറിയത്തുമില്ല, അത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരാശുപത്രി പോയി വേറൊരു ആശുപത്രി, 3ാമത്തെ ആശുപത്രി അവർ പറഞ്ഞ് വൈകല്യമുള്ള കുഞ്ഞ് മാംസകൊണ്ടുമായിട്ട് ജനിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അത് ഞങ്ങൾ സ്വീകരിച്ചോളാം. നിങ്ങൾക്ക് മുന്നിലൊരു ഉദാഹരണമുണ്ട്. മോളുടെ കാല് വൈകല്യമുള്ള കുഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ അതവർ കാണിച്ചു തന്നപ്പം പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് തരുന്നത് തമ്പുരാൻ തന്നതാണ്, ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല, അതെന്ത് വന്നാലും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് നിങ്ങൾ 2 പേരും പറഞ്ഞു. അങ്ങനെ ബ്ലീഡിങ് ആശുപത്രി പോയി അബോർഷനുള്ള ഇഞ്ചക്ഷൻ വരെ എടുക്കാനായിട്ട് ഡോക്ടർ എടുത്ത്, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു പോകരുത് ആശുപത്രിയിൽ നിന്ന് പോയത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് പോകാം, ഇവിടെ നിൽക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. അമ്മ എൻ്റെ വേറെ കുരിശ് വരച്ചിട്ട് അമ്മച്ചി പറഞ്ഞു, മോനെ എടീരെ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവിൻ്റെ ഭക്തിക്കാരിയാണ്. അമ്മ പറഞ്ഞ്, എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനും വയറ്റിൽ കിടക്കുന്ന കൊച്ചിനും ഒന്നും ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടുമായിരുന്നു. ഞാൻ എൻ്റെ മക്കളെ അടിമ വെച്ചാളാം മാതാവിനെന്ന്. അങ്ങനെ അമ്മയെ അടിമ വെച്ച് പ്രാർത്ഥിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് വീട്ടിൽ സുഖപ്രസവമായിരുന്നു. അതുവരെ ആശുപത്രി വഴി കയറി ഇറങ്ങി നടന്നെങ്കിലും യാതൊരു അംഗവൈകല്യവും ഇല്ലാത്തൊരു മകനെ ദൈവം തന്നു. അതൊക്കെ പേടിയായിരുന്നു. കണ്ണുണ്ടോ, കാലുണ്ടോ, കൈയുണ്ടോ, വർത്തമാനം പറയും, ഇതൊക്കെ ഒരു വിഷമഘട്ടത്തിലൂടെയായിരുന്നു ഞാൻ പോയി. ഡോക്ടർമാരങ്ങനെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിരുന്നുകൊണ്ട് നമുക്ക് ആ ചിന്തയിലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്നുമില്ലാതെ നല്ല മകനായി വളർന്നു. നല്ലതായ എല്ലാ തരത്തിലുള്ള കഴിവുകളും കൊടുത്തു ദൈവം. അങ്ങനെ സർവ്വകലാവല്ലവനായിട്ട് പ്രസംഗം പറയാനോ ഏത് കാര്യത്തിനും അവൻ ഒന്നാമത്. വലിയ ബഹളോ ഒച്ചപ്പാടോ അങ്ങനെയൊന്നുമില്ല. ഇടക്കാലം കൊണ്ട് അങ്ങനെ 5-6 മാസം അങ്ങും കയറി ഇറങ്ങി നടന്നും ചേട്ടന്മാരുടെ വീട്ടിലും എല്ലാം ആയിട്ട് അങ്ങനെ നിന്നെങ്കിലും അവനെ അച്ചാച്ചന് നല്ലതായിട്ട് ഒരു വരകാരനാക്കണമെന്നായിരുന്നു. പക്ഷേ അത് എങ്ങനെയൊന്നും വരച്ച് അച്ചാച്ചന് അതിന് പൈസ കൊണ്ട് കൊടുത്ത്. വൈദികനായാലും വരയ്ക്കാൻ പറ്റും. അങ്ങനെ ഈശോയുടെ പടം വരയ്ക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. 3 നോയമ്പ്, 8 നോയമ്പ്, 15 നോയമ്പ്, 25 നോയമ്പ്, ഒരു നോയമ്പും വിടുകയില്ല. എല്ലാം നല്ല പ്രാർത്ഥന. ഞങ്ങളെവിടെ വേണേലും പോയി പ്രസംഗം പറയുന്നിടത്ത് ഞങ്ങൾ പോകും. പിന്നെ എനിക്ക് വയ്യാണ്ടായിപ്പോയായിരുന്നു. ആ സമയത്തായിരുന്നു പട്ടത്തിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റുതറിയാനോ പോകാനോ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. അവസാന നിമിഷം ഈ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. യേശുപിതാവിനുള്ള പ്രാർത്ഥനയും. യേശുപിതാവിനെ ഭയങ്കര ഇഷ്ടമാണ്, വരയ്ക്കുന്നത്. ഇവിടെ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മണ്ണ് കൊണ്ടുള്ള പടങ്ങൾ വരച്ച് പിതാവിന് മാർപ്പാപ്പായ്ക്ക് കൊടുത്തു വിട്ട്
തിരുഹൃദയത്തിൻ്റെ ഒരു പടവും അവസാനമായിട്ട് വരച്ച് ഫ്രാൻസിസ് പാപ്പായ്ക്ക് കൊടുത്തു വിട്ട് അത് മേടിക്കാൻ അതിനു മുമ്പ് തന്നെ കുഞ്ഞ് മരിച്ചു. പക്ഷേ ഇന്ന് മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, എൻ്റെ സമ്പാദ്യമാണ് ഈ പുസ്തകങ്ങളെല്ലാം, അമ്മച്ചീനെ ഏൽപ്പിച്ചേക്കുന്ന പുസ്തകങ്ങളെല്ലാം അമ്മച്ചി സൂക്ഷിച്ചേക്കണം, എടുത്ത് വായിച്ചോ, അമ്മച്ചി അച്ഛനും വായിക്കുന്നതാണല്ലോ, എടുത്ത് വായിച്ചിട്ട് അതുപോലെ സൂക്ഷിക്കണം. എൻ്റെ സമ്പാദ്യം ഈ പുസ്തകം, ഒരുപാട് പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നു, ഒരുപാട് വായിക്കുന്ന ആളാണ്. രണ്ട് മക്കളെ വൈദികരായതിന് നമുക്ക് അതിയായ അഭിമാനമുണ്ട്. മനോജച്ചൻ യേശുപിതാവിനെ പറ്റി ഒരു ധ്യാനം നടത്തിയിരുന്നു മാർച്ച് 19, 5 വർഷം മുമ്പ് ശാലോമിൽ. അപ്പോൾ ആ മാർച്ച് 19-നോടനുബന്ധിച്ചുള്ള ആ ധ്യാനത്തിൽ മനോജച്ചൻ പ്രാർത്ഥന നടത്തി. ആ രാത്രിയിൽ അത് കടന്നുറങ്ങുമ്പോൾ അത് കേട്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കടന്നുറങ്ങുക. അത് ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ കൊച്ച് ഉണ്ട്, യേശുപിതാവിനെ പറ്റിയുള്ള പ്രാർത്ഥനയെ അത് കുടുംബജീവിതത്തോടു കൂടി ചേർത്ത് വെച്ച് എവിടെ പ്രസംഗം പറഞ്ഞാലും അത് ആ കുടുംബം കൂട്ടിയിട്ടേ പറയുള്ളൂ. അച്ഛനെയും അമ്മയും അച്ചാച്ചനെയും അമ്മച്ചനെയും കുടപ്പുറപ്പങ്ങളെ അങ്ങ് ചേർത്തിട്ടുള്ളൊരു പ്രസംഗ ശൈലിയാണ് പുള്ളിക്ക്. കടന്നുപോയി എന്ന് നമുക്ക് ഇതുവരെ ഒരു ചിന്ത വന്നിട്ടില്ല. പിന്നെ കല്ലറ കാണുമ്പോൾ എന്തിനാ ഞാൻ ഇവിടെ വന്നേന്ന് ഓർക്കും. ആദ്യം എന്തെങ്കിലും ഒരു സംഭവം വീട്ടിലുണ്ടെങ്കിൽ അത് ഉടനെ പുള്ളിയോടാണ് ആദ്യം പറയുക. ആദ്യമാണ് പുള്ളിയാണ് അംഗീകരിപ്പിക്കുന്നത്. പുള്ളി പറയുന്നതിനപ്പുറം ഞങ്ങൾക്ക് ആർക്കും ഒന്നുമില്ല. എല്ലാത്തിൻ്റെയും തീരുമാനം അതങ്ങനത്തെ നല്ല തീരുമാനങ്ങളേ എടുക്കുകയുള്ളൂ. ഇത് ശരിക്കും എന്താ പറയുക, മരണാനന്തര ബഹുമതി എന്ന് ഞാൻ വിശേഷിപ്പിക്കും അതിനെ. കാരണം ഇത്രയും കാലത്തെ അവരുടെ മൺമറിഞ്ഞു പോയവരെ നമ്മൾ ആദ്യമായാണ് ഇവിടെ കൂട്ടിച്ചേർത്തതെന്ന് അറിഞ്ഞു. എനിക്കും അങ്ങനെയാണ് ഒരു അറിവുണ്ടായിരുന്നത്. ഇനിയും ഈ സാമുദായിക ശാക്തീകരണ വർഷത്തിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി വെച്ച ഈ തലശ്ശേരി അതിരൂപതയുടെ നന്മ വീണ്ടും മുന്നോട്ട് തുടർന്നുകൊണ്ട് പോട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് പിതാവ് പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലുള്ളൊരാഗ്രഹവും അങ്ങനെ തന്നെയാണ്. 12 വർഷത്തെ അതിവിശുദ്ധമായ പദവിയിലൂടെ പൗരോഹിത്യം സ്വീകരിച്ച് നിത്യപുരോഹിതൻ്റെ അടുത്തേക്ക് വിശുദ്ധിയോടെ കടന്നുപോയ പ്രിയപ്പെട്ട അനുജനാണ് എൻ്റെ പ്രിയപ്പെട്ട മനോജ്. കുഞ്ഞുനാൾ മുതലേ ഉള്ള ആ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും രക്തബന്ധങ്ങൾക്കൊരിക്കലും അനുജൻ്റെ കാര്യം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി. മൂത്തയാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അനിയന്മാർ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കുഞ്ഞു നമ്മളെ മക്കൾ നഷ്ടപ്പെടുന്ന പോലെ അവർ നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആ വേദന ഇപ്പോൾ 2.5 വർഷം ആയതേ ഉള്ളൂ. ആ വേദന അത്രയേ ഉള്ളൂ, പറയാനുള്ള വാക്കുകളില്ല എനിക്ക്. ഞങ്ങളെപ്പോഴും പറയുമായിരുന്നു 4 മക്കളിൽ ഏറ്റവും മിടുക്കനായ ഒരുത്തനാണ് നീ. പിന്നെ കുഞ്ഞുനാൾ മുതലേ മണ്ണുകൊണ്ട് രൂപങ്ങളുണ്ടാക്കുന്നത്, ചെറിയ ജലച്ചായം കൊണ്ട് ചിത്രങ്ങൾ വരച്ച് പ്രകൃതിയെയൊക്കെ കാണിച്ച് അങ്ങനെ നമ്മുടെ വീട്ടിൽ ഏറ്റവും നല്ല കഴിവുള്ള ഒരാൾ, എല്ലാ കഴിവുകളുമുള്ള ഒരാളായിരുന്നു മനോജ്. ഞങ്ങളൊക്കെ പാട്ട് പാടും. പിന്നെ പലർക്കും പല കഴിവുകളുണ്ട്, പക്ഷേ എല്ലാ കഴിവുകളും ഒത്തുകൂടിയ ഒരാളാണ് മനോജ്. പിന്നെ വൈദിക പദവിയിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്രത്തോളം അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിൻ്റെ വഴികളിലൂടെ കടന്നു പോകാനും പറ്റിയത്. ദൈവം കൊടുത്ത ഒരു കഴിവ് പുള്ളി അതിനെ മിനുക്കിയെടുത്തു എന്നുള്ളത് വേണം തന്നെ പറയാൻ. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ബാംഗ്ലൂരായിരുന്നു ഒരു ചെറിയ ജോലിയുമായിട്ട്. പിന്നെ ഇവർ ദൈവവിളി ക്യാമ്പിന് പോയതിന് ശേഷം അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ഇടവക വികാരിയച്ഛനായ അച്ഛനോടാണ് മനോജ് ആദ്യമായിട്ട് പറയുന്നത്. വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ അല്ല. അപ്പോൾ അച്ഛൻ അച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ അവനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അച്ഛനാകണം എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. പ്രത്യേകിച്ച് അച്ഛനൊന്നും പറഞ്ഞില്ല. പിന്നെ പക്ഷേ ഞാൻ ഉണ്ടായിക്കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം ഒത്തിരി കാത്തിരുന്ന് കിട്ടിയ ഒരു മോനായിരുന്നു. അപ്പം ഇവന് കലയൊക്കെ ഒത്തിരി ഇതായതുകൊണ്ട് അപ്പം അവനെ വലിയ വരകാരനാക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടത്തെ വിട്ട് ഇവൻ നല്ലൊരു വരകാരനാവും, ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആഗ്രഹം അച്ഛനെ ഇവനെ കൊണ്ട് പ്രതീക്ഷയായിരുന്നു. ആ ഇടയ്ക്ക് അച്ഛൻ ഇങ്ങനെ നടുവേദനയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു സമയമായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണല്ലോ അത്. അങ്ങനെയാണ്. അപ്പം വികാരിച്ചൻ ഇങ്ങനെ അച്ചാച്ചനോട് പറയുമ്പോൾ പെട്ടെന്ന് അത് അച്ചാച്ചനും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അച്ഛൻ പള്ളിയിലിരുന്ന്, അച്ഛൻ നവീകരണത്തിലേക്ക് വന്ന ഒരു സമയമാണ്. പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തമ്പുരാനെ നീ എനിക്കിങ്ങനെ ആഗ്രഹം ഇതാണല്ലോ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ തമ്പുരാൻ അച്ചാച്ചനോട് ഇങ്ങനെ ചോദിക്കുന്ന പോലെ തോന്നിയെന്നാണ് പറഞ്ഞത്. നിനക്ക് ഞാൻ തന്ന മകനാണത്, ഞാൻ തിരിച്ചു വിളിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. നീ എടുത്തോളാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞു.
അതാണ് അപ്പൻ ചെറുപ്പത്തിലേ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. പിന്നെ നമ്മളതിനെക്കുറിച്ച് അവരുടെ വഴിയെ നമ്മൾ വിടുക, നന്നായി ജീവിക്കാൻ, നന്മയിൽ ജീവിക്കാൻ അവരെ വിടുക. എപ്പോഴും പല സ്ഥലങ്ങളിലും കൂടി പോകുമ്പോൾ മനോജൻ്റെ ചേച്ചി എന്നറിയപ്പെടുമ്പോൾ മനോജ് ചേച്ചി എന്ന് നമുക്ക് സ്വന്തമല്ല, ഇപ്പോൾ എല്ലാവർക്കുമായിട്ട് മനോജൻ മാറി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബഹുമതി. പല കാര്യങ്ങളിലൂടെ, പാട്ടുകളിലൂടെ, ബൈബിൾ പ്രസംഗത്തിലൂടെ, വരകളിലൂടെ, അങ്ങനെ ഒത്തിരി സുവിശേഷം പ്രഘോഷിക്കാൻ ഒത്തിരി മീഡിയകൾ മനോജ് കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാൻ. ജീവിതം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ തീർത്തു, ഒത്തിരി പേരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ ഇനിയും ഇപ്പോഴും ആ ജീവിതം കൊണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും കൂടുതൽ അഭിമാനത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ.